ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ടിക്ക ബിരിയാണി തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 700 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ബോൺലെസ് ചിക്കൻ തന്നെ വേണമെന്നില്ല, ബോണോട് കൂടി ചിക്കൻ എടുത്താലും മതി. ഇതിപ്പോൾ ഞാൻ ഇത്രയും വലിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് മസാലകൾ എടുത്തിട്ടുണ്ട്. ഈ മസാലകളെല്ലാം കൂടി നമുക്ക് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ക്യൂമിൻ പൗഡർ ചേർക്കാറുണ്ട്. നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോഴും ബിരിയാണി ഉണ്ടാക്കുമ്പോഴും ഒന്നും ക്യൂമിൻ പൗഡർ ചേർക്കാറില്ല. ഇതിപ്പോൾ ഇതിലേക്ക് നമ്മൾ ക്യൂമിൻ പൗഡറും കൂടി ചേർക്കുന്നുണ്ട്. മസാലപ്പൊടികൾ കൂടാതെ നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 3 ടേബിൾ സ്പൂൺ കേർഡും 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും കൂടി ചേർക്കുന്നുണ്ട്. പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 2 മണിക്കൂർ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 3-4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 2 സവാള സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് ഈ സവാള നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 പച്ചമുളകും 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് കൊടുക്കാം. ഇതുകൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 2 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡറും ചേർക്കാം. നമ്മൾ നേരത്തെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ നേരത്തെ അതിലേക്ക് പെപ്പർ പൗഡറും കാശ്മീരി ചില്ലി പൗഡറൊക്കെ ചേർത്തിട്ടുള്ളതാണ്. പിന്നെ ഇപ്പോൾ 2 പച്ചമുളകും ചേർത്തിട്ടുണ്ട്. ഇനി എരിവ് കൂടുതൽ വേണം എന്നുള്ളവർ സാധാരണ എരിവുള്ള മുളക് പൊടി 1/2 ടീസ്പൂണൊക്കെ ഇതിലേക്ക് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ക്യൂമിൻ പൗഡറും കൂടി ചേർക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ടൊമാറ്റോ പ്യൂരി ചേർക്കാം. ഞാൻ ഒരു വലിയ ടൊമാറ്റോ പ്യൂരി ആക്കിയതാണ്. തക്കാളി നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം. അതിനായിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ തക്കാളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അല്പം തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കുന്നത് പോലെ കൂടുതൽ ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മളത് ചിക്കൻ ടിക്കയാണ്. അപ്പോൾ അത് അല്പം ഓയിൽ മാത്രം ഒഴിച്ചാൽ മതി. ഈ ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ചിക്കൻ ഒന്ന് വെന്ത് വരെ നമുക്ക് കുറച്ച് നേരം അടച്ചു വയ്ക്കാം. ഈ വെള്ളം ചിക്കൻ ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും ഈ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടാവും. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ചിക്കനിലെ വെള്ളമൊക്കെ വറ്റി ചിക്കൻ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ പാകത്തിന് നമുക്ക് ഈ ചിക്കൻ എടുത്ത് മാറ്റി വയ്ക്കാം. നമുക്ക് ഈ ചിക്കൻ മസാലയിലേക്ക് ചേർക്കാനുള്ളതാണ്. അപ്പോൾ അത് കുറച്ച് സോഫ്റ്റ് ആയിട്ട് തന്നെ എടുത്ത് വെക്കാം. അപ്പോൾ നമ്മുടെ മസാല ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഈ മസാലയിലേക്ക് നമുക്ക് 1/2 കപ്പ് തൈരും കൂടി ചേർക്കാം. പുളി അധികം ഇല്ലാത്ത കട്ടിയുള്ള തൈരാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. തൈര് ചേർത്തിട്ട് നമുക്കിത് എണ്ണ തെളിയുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുകയാണ്. ഇപ്പോൾ ഇത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ക്യൂമിൻ പൗഡർ ചേർക്കാം. ക്യൂമിൻ പൗഡറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് കസൂരി മേത്തിയാണ്. 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി ഒന്ന് ചൂടാക്കിയിട്ട് കയ്യിലിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കസൂരി മേത്തി ഒഴിവാക്കരുത്, അതുകൂടി ചേർക്കുമ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്തിട്ട് ഈ മസാല ചിക്കനിലേക്ക് നന്നായിട്ട് കോട്ടാവുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പുതിനയില 1 ടേബിൾ സ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ. മല്ലിയില ഞാനൊരു 3 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ മസാല എല്ലാം കൂടി ചിക്കനിലേക്ക് ഒന്ന് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കിത് 2 മിനിറ്റ് അടച്ചു വെക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള റൈസ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം കൂടുതൽ വെച്ചിട്ടുണ്ട്. ആ വെള്ളത്തിലേക്ക് 2 പട്ടിയും 3 ഏലക്കയും 4 ഗ്രാമ്പും 1 ടീസ്പൂൺ ഷാജീരകവും കൂടി ചേർത്തിട്ടുണ്ട്. 3 കപ്പ് ബസ്മതി റൈസാണ് ഞാനിവിടെ എടുക്കുന്നത്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. ഈ റൈസ് ഒരു 90% വെന്ത് കിട്ടിയാൽ മതി. ബാക്കി നമ്മൾ ദം ചെയ്യുമ്പോൾ വെന്ത് കിട്ടും. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഈ ചിക്കനിലേക്ക് ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒരു കഷ്ണം അലുമിനിയം ഫോയിൽ വെച്ചിട്ട് അതിലേക്ക് 1 പീസ് ചാർക്കോൾ കത്തിച്ച് വെച്ചിട്ട് അതിലേക്ക് 2 തുള്ളി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ പുകയൊട്ടും പുറത്ത് പോവാത്ത രീതിയിലുള്ള അടപ്പ് വെച്ചിട്ട് ഇത് അടച്ചു വയ്ക്കാം. ഇതുപോലെ ഹോളുള്ള അടപ്പാണെങ്കിൽ ഒരു അലുമിനിയം ഫോയിലിൻ്റെ പീസ് വെച്ച് ഇതൊന്ന് അടച്ചു വയ്ക്കാം. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മുടെ റൈസ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മുടെ ചിക്കനും റൈസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബിരിയാണി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം, ഒന്ന് ദം ചെയ്തെടുക്കാം. ഈ ചിക്കനിൻ്റെ മുകളിലേക്ക് അല്പം ഫ്രൈഡ് ഓണിയൻ ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഇനി വേണമെങ്കിൽ ചിക്കൻ നമുക്ക് രണ്ട് ലെയറായിട്ട് റൈസും ചിക്കനും കൂടി വെക്കാം. ഞാനിവിടെ 1 ലെയറിലാണ്
ചിക്കൻ വെക്കുന്നുള്ളൂ. അതിൻ്റെ മുകളിലേക്ക് റൈസ് മാത്രം ഞാനൊന്ന് 2 ലെയറിൽ ഇടാൻ പോവുകയാണ്. അപ്പോൾ കുറച്ച് റൈസ് ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഫ്രൈഡ് ഓണിയനും മല്ലിയിലയും പിന്നെ നമ്മൾ സാധാരണ ബിരിയാണിയുടെ മുകളിൽ ചെയ്യുന്നത് മാതിരി കുറച്ച് ഗരം മസാലയും 1/2 ടീസ്പൂൺ ഗരം മസാലയും അല്പം ഗീയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ടർമറിക് മിൽക്ക് അല്ലെങ്കിൽ സാഫ്രൺ മിൽക്കോ അല്പം ഒഴിച്ചു കൊടുക്കാം, ഒരു കളറിന് വേണ്ടിയിട്ടാണ്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ബാക്കി റൈസും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ ആദ്യം ചെയ്തതുപോലെ തന്നെ ഫ്രൈഡ് ഓണിയനും മല്ലിയിലയും ഗരം മസാലയും ഗീയും ടർമറിക് മിൽക്കും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെക്കാം. ഇനി ഫ്ലെയിമിൻ്റെ ചൂട് കൂടുതലാണെന്നുണ്ടെങ്കിൽ വേറൊരു പാത്രത്തിൽ വെച്ചിട്ട് നമുക്ക് ദം ചെയ്തെടുക്കുകയും ചെയ്യാം. ഇപ്പം നമ്മുടെ ചിക്കൻ ടിക്ക ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ചിക്കൻ്റെ പീസും റൈസും കൂടെ എടുത്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. ചിക്കൻ ടിക്ക ബിരിയാണി നിങ്ങൾ ഇതുവരെ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക. പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.